എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള വ്യക്തി നമ്മുടെ ബഹുമാന്യനായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കൺട്രോളർ ഡോക്ടർ സനോജ് കുമാർ സാറാണ്. സർ നമസ്കാരം. സർ, എങ്ങനെയാണ് സർ എക്സാം കൺട്രോളർ എന്ന പോസ്റ്റിൽ എത്തിപ്പെട്ടത്? എക്സാം കൺട്രോളർ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷകൾ യഥാക്രമം യഥാശീലം നടത്തുന്ന ആളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കൺട്രോളറായി വരുന്നത്. ഞാൻ അവിടുത്തെ ഒരു പ്രൊഫസറാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ കൺട്രോളറായി എത്തിയത്. സർ, പരീക്ഷാ കൺട്രോളർ എന്ന നിലയിൽ താങ്കളുടെ പ്രധാന ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്? പരീക്ഷാ കൺട്രോൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ യഥാക്രമം പറഞ്ഞ തീയതികളിൽ നടത്തുകയും കുട്ടികൾക്ക് അതിൻ്റെ റിസൾട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റും അവരുടെ കൈകളിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് പരീക്ഷാ കൺട്രോളറുടെ ജോലി. എക്സാം എന്ന് കേൾക്കുമ്പോൾ മിക്ക കുട്ടികൾക്ക് പേടിയാണ്. അങ്ങനെയുള്ളവരോട് എന്തുപദേശമാണ് പറയാനുള്ളത്? എക്സാം എന്ന് പറഞ്ഞാൽ പേടിക്കാനുള്ളതല്ല. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് അധ്യാപകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് എക്സാമിനേഷൻ. നമ്മൾ കൂടുതൽ പഠിച്ചാലോ നമ്മൾ പഠിച്ചു എന്ന് തെളിയിക്കണ്ടേ? അതിന് നമുക്ക് പരീക്ഷ അത്യാവശ്യമില്ല. അതാണ് പരീക്ഷ. പരീക്ഷയെ ഒരിക്കലും പേടിക്കാൻ പാടുള്ളതല്ല. ഓപ്പൺ ബുക്ക് എക്സാം എന്ന ആശയത്തെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? നല്ല ആശയമാണല്ലോ. ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കാണാപ്പാഠം പഠിച്ചിട്ട് അത് മാത്രം എഴുതി വെക്കുന്നതല്ലാതെ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടെ ചേർത്തുകൊണ്ട് കുട്ടികൾ എങ്ങനെയാണ് റെഫറൻസ് ചെയ്യുക എന്നുള്ളതും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓപ്പൺ ബുക്ക് എന്ന് പറയുന്നത് നല്ല ആശയമാണ്. ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച ശ്രീ സുനോജ് സാറിന് ഐഡിയൽ എഫ്എമ്മിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയൊരു അതിഥിയുമായി ഐഡിയൽ എഫ്എം എത്തുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.